ഇന്നുമായിട്ട് ഇവിടെ ആരംഭിച്ച് ഇന്ന് സമാപിക്കുകയാണ്. ഈ സമ്മേളന പരിപാടിയിലേക്ക് രു എന്ന് പറഞ്ഞാൽ രുണത്തി എന്ന തത്പദത്തിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് രുണത്തി. രുണത്തിയുടെ അർത്ഥം രോദനം ചെയ്യുന്നത് നിഷേവം ലക്ഷണസമ്പന്നോ ഗുരുരിത്യഭിധീയതേ. ഇതാണ് ഒരു ഗുരുവിനുണ്ടായിരിക്കേണ്ട യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കേണ്ട 10 ലക്ഷണങ്ങൾ. അതിൽ ഒന്നാമത്തെ ലക്ഷണമാണ് ആചാര്യ ലക്ഷണം. അപ്പോൾ എന്താണ് ഈ ആചാര്യൻ എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്? ആചാര്യൻ എന്ന് പറഞ്ഞാൽ ആജിനോതി ഹി ശാസ്ത്രാർത്ഥാൻ ആചാര്യ സ്ഥാപയത്യവി സ്വയം ആചരതേ യസ്മാത് തസ്മാത് ആചാര്യ ഉച്യതേ എന്നാണ് ആചാര്യ ലക്ഷണം. നമുക്ക് പകരം വിജ്ഞാനത്തിൻ്റെ പൊതുവെളിച്ചം പകർന്നു തരുന്നവനാരോ അവനാണ് ഗുരുനാഥൻ. ആ അർത്ഥത്തിൽ ഈ നമ്മുടെ വാര്യസാർ കഴിഞ്ഞ വർഷത്തേക്കാളും വളരെയധികം കുട്ടികൾ ഈ മത്സരത്തിൽ പങ്കെടുത്തു. അത് വളരെ വളരെ ഹൃദ്യമായൊരു അനുഭവമായിരുന്നു നിങ്ങൾക്ക്. ഒട്ടും നിങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ച കുട്ടികൾ, ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുട്ടികളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഇനിയും ഇതിനേക്കാൾ അതവരുടെ കുട്ടികളുടെ ഈ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്നത് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം. തീർച്ചയായിട്ടും ഇനിയും വരും കാലങ്ങളിലും നമുക്ക് ഇതിനേക്കാളും നന്നായി ഈ പരിപാടി നടത്തും. തീർച്ചയായും നടത്തും. നിങ്ങളുടെ സഹകരണം, രക്ഷകർത്താക്കളുടെ സഹകരണം ഇതിനുണ്ടാകും എന്ന് ഞങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും ഇത് ഞങ്ങൾക്ക് വലിയൊരു അനുഭവം തന്നെയാണ്. സന്തോഷം. ഇത്രയും നിങ്ങളെല്ലാവരും കാണാനും ഒക്കെ സാധിച്ചതിന് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ചടങ്ങ് വളരെ താമസിച്ചു പോയിട്ടുണ്ട്. ഇനി ദൂരേക്ക് വളരെ ദൂരം പോകേണ്ടവരുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അതിമനോഹരമായി കടലാസിലോ ക്യാൻവാസിലോ ഒക്കെ പകർത്തുന്നുണ്ട്. അത് ചിത്രകാരന് മാത്രമേ കഴിയുള്ളൂ. ചിലപ്പോൾ ഒരാൾക്ക് ഒരു കണ്ട കാര്യത്തെക്കുറിച്ച് ഒരു സാഹിത്യകാരന് വേണമെങ്കിൽ എഴുതാൻ പറ്റുമായിരിക്കും. 1, 2, 3, 10 പേജുകൾ ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും. എത്ര വാക്കുകൾ വേണ്ടിവരും എന്നാലോചിച്ച് നോക്കുക. എത്ര പാരഗ്രാഫുകൾ വേണ്ടിവരും എന്നാലോചിച്ച് നോക്കുക. പക്ഷെ ഒരു ചിത്രകാരൻ തൻ്റെ വരകൾ കൊണ്ട്, വർണ്ണങ്ങൾ കൊണ്ട് അതിമനോഹരമായ രീതിയിൽ അതിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ചിലരെല്ലാം അതേപടി ഒപ്പിയെടുക്കുകയാണ്. അത് നേരിട്ടുള്ള കാഴ്ചകൾ കൊണ്ടാണ്, കണ്ണുകൾ കൊണ്ട് കാണുന്നവയെ എടുക്കുകയാണ്. ചിലതെല്ലാം ഉൾക്കണ്ണിൽ കാണുന്നവയാണ്. അങ്ങനെയും ചില ദൃശ്യപുസ്തകങ്ങളുണ്ടല്ലോ. അതെല്ലാം വരയ്ക്കുക എന്നതിനകത്ത് ആധുനിക സാങ്കേതിക വിദ്യയുടെ യാതൊരു രീതികളും ഇല്ലാതിരുന്ന കാലത്ത് വാര്യർ സാർ അദ്ദേഹത്തിന് ലഭ്യമായ ഇനങ്ങൾ കൊണ്ടെല്ലാം അദ്ദേഹം വരച്ചു വെച്ചു. ആ വരച്ചു വെച്ചത് ഇന്ന് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്ന തരത്തിൽ എത്തിക്കുകയാണ്. ഇതാണ് അവരുടെ ഒരു മഹിമ എന്ന് പറയുന്നത്. എല്ലാം വരയ്ക്കുന്നു. പുതിയ രീതികൾ മാറി വീണ്ടും ഐപാഡിലും മറ്റും അല്ലെങ്കിൽ ടാബുകളിലും മറ്റും അതിനുള്ള പെൻസിൽ ഉപയോഗിച്ച് അത് വരയ്ക്കുകയും കളർ കൊടുക്കുകയും എല്ലാം ചെയ്യുന്ന പുതിയ സംവിധാനങ്ങൾ വന്നു. ഇതിനാവശ്യമായ പുതിയ മൊബൈൽ ആപ്ലിക്കേഷനുകൾ വന്നു കഴിഞ്ഞു. ഇതൊന്നുമില്ലാതിരുന്ന കാലത്താണ് ഉള്ളിൽ കണ്ടതിനെ, കണ്ണുകൾ കൊണ്ട് കണ്ടതിനെ, ഉൾക്കാഴ്ചയോടുകൂടി സമീപിച്ചതിനെയെല്ലാം വാര്യർ സാർ വരകളും വർണ്ണങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതാണിന്ന് നമ്മളെ വിസ്മയം തീർത്തുകൊണ്ടേ ഇരിക്കുന്നത്. അസാമാന്യമായ കഴിവുണ്ടായിരുന്ന, അത്ഭുതകരമായ കഴിവുണ്ടായിരുന്ന ഒരു മനുഷ്യനെന്ന് നമുക്ക് വാര്യർ സാറിനെ വിശേഷിപ്പിക്കാൻ പറ്റും. വാര്യർ സാർ മരിച്ചിട്ട് 3 വർഷമാവുന്ന ഒരു വേളയാണത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഗുരുസ്മരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സുവർണം ചേർത്തല എന്ന തരത്തിൽ വാര്യർ സാറിൻ്റെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് അതിമനോഹരമായ ചിത്രങ്ങൾ, പ്രദർശനം എല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വാര്യർ സാർ ഇന്നലകളിൽ സന്നിവേശിപ്പിച്ച ഓർമ്മകൾ ഓടിയെത്തുന്നുണ്ട്. ഒരു ഭാഗ്യം കൂടി എനിക്ക് ഈ ഒരു അവസരത്തിൽ സിദ്ധിച്ചിരിക്കുകയാണ്. അതിന് കാരണഭൂതനായിട്ടുള്ളത് ഈ വേദിയിലിരിക്കുന്ന വാര്യർ സാറിൻ്റെ ശിഷ്യൻ കൂടിയായിട്ടുള്ള സുരേഷ് സാറാണ്. സുരേഷ് സാറാണ് എൻ്റെ ഗുരു. നേരത്തെ ഷാജിചേട്ടൻ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ആദ്യ ഗുരു മാരാരിക്കുളം സ്വദേശിയായിട്ടുള്ള വൈക്കത്തെന്ന് വിളിച്ചു ചേർക്കുന്ന വൈക്കം
സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ഒരു കുറുപ്പ് സാറായിരുന്നു എന്നെ ചിത്രകല ആദ്യമായി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പോലീസിൽ ചേർന്നതിന് ശേഷമാണ് ചേർത്തലയിലുള്ള സുരേഷ് സാറിനെ പരിചയപ്പെടാൻ സാധിച്ചതും. ഗാന്ധി നേരാണു ഗാന്ധി നേരു തിരയുന്ന ഉയരാണു ഗാന്ധി ആരാണു ഗാന്ധി തെളിനീരൊഴുകുന്ന പുഴയാണു ഗാന്ധി തെളിവാർന്ന മനസ്സിന്റെ നിറമാണു ഗാന്ധി തെളിനീരൊഴുകുന്ന പുഴയാണു ഗാന്ധി തെളിവാർന്ന മനസ്സിന്റെ നിറമാണു ഗാന്ധി സന്മാർഗ ജീവിത ദർശനം ഗാന്ധി സംയമനത്തിന്റെ ഗീതമീ ഗാന്ധി സന്മാർഗ ജീവിത ദർശനം ഗാന്ധി സംയമനത്തിന്റെ ഗീതമീ ഗാന്ധി അഹിംസയെ ചേർത്ത് പിടിച്ചതീ ഗാന്ധി. ചെറിയ പാട്ടൊക്കെയാണ് നമുക്ക് സാറ് ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുപോയി ചേച്ചിയിലൊക്കെ അടുത്ത് ഏൽപ്പിച്ചു. ഒരു പ്രയർ കുമാരനാശന്റെ ചന്ദ്രവേലി പോലുള്ള പ്രയർ പഠിപ്പിച്ചു, പാടാൻ ഉപദേശിച്ചു, പാട്ട് പഠിക്കാൻ പറഞ്ഞു, വരയ്ക്കാൻ പറഞ്ഞു. ഇതൊന്നും നമ്മൾ കേട്ടില്ല. നമ്മൾ വേറെ രീതിയിലേക്ക് പോയി. എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, ഈ ചെറുപ്പത്തിലേയുള്ള നമുക്കുള്ള വാസനകൾ അത് നമുക്ക് അവസാനം ഒതുക്കൂട്ടാവുന്നത് തന്നെയായിരിക്കും. ഇപ്പോൾ നേരത്തെ അനന്തലാലി പറഞ്ഞു, ലഹരിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കലയോ അല്ലെങ്കിൽ കായികപരമായ എന്തെങ്കിലും കഴിവോ ഉണ്ടെങ്കിൽ അവരതിലേക്ക് തിരിച്ചുവിട്ടാൽ തീർച്ചയായും വേറൊരു ലഹരി അവർക്ക് ഉണ്ടാവില്ല. നമ്മുടെ അനുഭവം അങ്ങനെയാണ്. അതിനുള്ളൊരു പരിശീലന കളരി കൂടിയാണ് നമ്മുടെ ഈ സുവർണം എന്ന ഈ പരിപാടിയിൽ അതിന്റെ സംഘാടകർ, പ്രിയപ്പെട്ട സാറിന്റെ ശിഷ്യന്മാർ, അവര് ഏറ്റെടുക്കുന്ന ആ ഒരു കടമ, അവർ ഏറ്റെടുക്കുന്ന ആ ഒരു കാര്യം, ഒരു കർത്തവ്യം അത് തന്നെയാണ്. നമ്മുടെ പുതിയ തലമുറയെ അവരുടെ പുതിയ നല്ല ലഹരിയിൽ, എന്തായാലും ലഹരി വേണം മനുഷ്യർ, ലഹരി ഇല്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ല. അത് നല്ല ലഹരി, കലയുടെ കായികമേളയുടെ ഒക്കെ ലഹരിയിലേക്ക് കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ നല്ല മക്കളാക്കി വളർത്താനുള്ള ഒരു അവസരം ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളാണ്. പ്രിയപ്പെട്ട വാര്യൻ മാഷിന്റെ 3ാം ചരമവാർഷികം ആചരിക്കുകയാണ്. വാര്യൻ മാഷ് എന്നത് ചേർത്തലക്കാർക്ക് മാത്രമല്ല, നമുക്കൊരു പ്രത്യേക വികാരമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത മൂല്യങ്ങളും ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്ത ആദർശങ്ങളുമൊക്കെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും. എനിക്കതിൽ പ്രത്യേകിച്ച് ഒരു അഭിമാനം തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ വഴിയെ തന്നെ കുറേയധികം ശിഷ്യഗണങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കാൻ അല്ലെങ്കിൽ ചിത്രകലയിലേക്ക് അവരെ കൈപിടിച്ച് നടത്താൻ സാധിച്ചു എന്ന് തന്നെയാണ്. അതാണ് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഇപ്പോൾ 35 വർഷത്തിന് മേലായിട്ട് ഞാൻ ചിത്രകലയിൽ തന്നെ സജീവ സാന്നിധ്യമായിട്ട് തുടരുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം. എൻ്റെ സ്കൂളിലെ ഡ്രോയിങ് സാറ് ഇവിടെ കൊണ്ടുവന്ന് ആ ഡ്രോയിങ് മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നതും ഇതേപോലുള്ള ഗ്രാമക്കാഴ്ചകളാണ് അന്നത്തെ വിഷയം. ആ വിഷയം പറഞ്ഞത് ആരാണെന്ന് വെച്ചാൽ വാര്യൻ സാറായിരുന്നു ആ ഡ്രോയിങ് മത്സരം കണ്ടക്ട് ചെയ്തത്.
ഇല്ലാത്ത ഒരു ഭാഷ എന്ന് പറയുന്നത് ഏത് രാജ്യക്കാർക്കും എല്ലാവരിലേക്കും പെട്ടെന്ന് സമ്മതിക്കാൻ പറ്റുന്ന ഒരു കല. അതിൻ്റെ ഔന്നത്യത്തിലേക്ക്